നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇരട്ട ശമ്പള വിവാദം. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരി രാജിവെച്ചു. രാജി CPM ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. കെ സുധാകുമാരി കൌൺസിൽ സ്ഥാനവും രാജിവെക്കണമെന്ന യൂത്ത് കോൺഗ്രസ്. സ്കൂളിൽ നിന്ന് ശമ്പളം വാങ്ങാൻ സഹായിച്ച പ്രധാന അധ്യാപകനെതിരെ നടപടി വേണമെന്ന് UDF കൌൺസിലർമാർ. +2 കോളേജ് തലങ്ങളിൽ അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത കോഴ്സുകളും നടപ്പാക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. പദ്ധതിക്ക് നവംബർ 1 തുടക്കം കുറിച്ചു. പരാതികൾ സ്വീകരിച്ചും ആവശ്യങ്ങൾ കേട്ടും കേന്ദ്രമന്ത്രി E. അഹമ്മദിന്റെ ജനസമ്പർക്ക പരിപാടി പെരിന്തൽമണ്ണയിൽ. പരാതികൾക്ക് ഉടൻ നടപടിയുണ്ടാക്കുമെന്ന് മന്ത്രി E. അഹമ്മദ്. വിദ്യാഭ്യാസം നൽകിയാൽ മാത്രം പോരാ, അത് ഗുണനിലവാരമുള്ളതാണോ എന്നുകൂടി മാനേജ്മെന്റ് വിലയിരുത്തണമെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് MSA സിദ്ദീഖി. മണ്ണാർക്കാട്ടെ പാണ്ടിക്കാട്ടെ കുടിവെള്ള പദ്ധതി 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. റഫീഖ്. ഡെൻസിറ്റി ന്യൂസ് ഇമ്പാക്ട്. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യത്തിലേക്ക്. തറക്കല്ലിടൽ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് വെള്ളിയാഴ്ച നിർവഹിക്കും. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് കണ്ണിയംപുറത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ഇരട്ട ശമ്പളം പറ്റിയ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരി സ്ഥാനം രാജിവെച്ചു. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജിവെച്ചത്. നഗരസഭാ അധ്യക്ഷ ആനുകൂല്യങ്ങൾക്കൊപ്പം UP സ്കൂൾ അധ്യാപിക എന്ന നിലയിലും കെ സുധാകുമാരി വേതനം കൈപ്പറ്റിയിരുന്നു. ഇരട്ട വേതനം കൈപ്പറ്റിയെന്ന് ആരോപണ വിധേയയായ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരി തിങ്കളാഴ്ച രാവിലെയാണ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചത്. രാവിലെ 10:30 നഗരസഭാ സെക്രട്ടറിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ സെക്രട്ടറിക്ക് രാജി സമർപ്പിക്കുകയായിരുന്നു. CPM ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി പാർലമെന്ററി പാർട്ടി യോഗ തീരുമാനശേഷമായിരുന്നു സുധാകുമാരിയുടെ രാജി. ദിവസവും നഗരസഭാ ഓഫീസിലെത്തിയിരുന്ന സുധാകുമാരി ഇവർ അധ്യാപികയായ കുന്നപ്പള്ളി AUP സ്കൂളിൽ ഹാജറും രേഖപ്പെടുത്തിയിരുന്നു. CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗവും സുധാകുമാരിയുടെ ഭർത്താവുമായ ഇതേ സ്കൂളിലെ പ്രധാനാധ്യാപകൻ അജയകുമാർ വഴിവിട്ടു സഹായിച്ചുവെന്നാണ് പ്രധാന ആക്ഷേപം. കഴിഞ്ഞ 2 വർഷത്തിൽ 3 മാസങ്ങൾ ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലും നഗരസഭാധ്യക്ഷയുടെ ആനുകൂല്യങ്ങളും ഒപ്പം അധ്യാപിക എന്ന നിലയിലും ശമ്പളവും പറ്റിയെന്നാണ് റിപ്പോർട്ട്. 17 സീറ്റുകൾ വീതം നേടി ഇരുമുന്നണികളും തുല്യാംഗങ്ങളായ നഗരസഭയിൽ നറുക്കെടുപ്പിലൂടെയാണ് CPMലെ കെ സുധാകുമാരി ചെയർപേഴ്സൺ ആവുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 1 സീറ്റ് പിടിച്ചെടുത്ത് CPM അംഗബലം 18 ഉയർത്തിയിരുന്നു. ചെയർപേഴ്സൺ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ ചെയർപേഴ്സണെ 52 ദിവസത്തിനകം തെരഞ്ഞെടുക്കണം. പുതിയ ചെയർപേഴ്സണായി നിഷി അനിൽ രാജിനെ പരിഗണിക്കുമെന്നാണ് അറിവ്. ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച കെ സുധാകുമാരി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൌൺസിൽ സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പെരിന്തൽമണ്ണ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരട്ട ശമ്പളം പറ്റിയതിന് നഗരസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച കെ സുധാകുമാരി കൌൺസിലർ സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് C. സുകുമാരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ പറ്റിച്ച് സർക്കാർ വേതനം കൈപ്പറ്റുകയും നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ആനുകൂല്യങ്ങളും പറ്റി സർക്കാരിനെ വഞ്ചിച്ച് ചെയർപേഴ്സണെതിരെ നടപടിയെടുക്കണമെന്ന് C. സുകുമാരൻ ആവശ്യപ്പെട്ടു. അവരെ ജനസ്ഥാനം മാത്രമല്ല, അവരുടെ മെമ്പർ സ്ഥാനം രാജിവെച്ച് ഈ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് UP അധ്യക്ഷയുമായ ശ്രീമതി സോണിയാഗാന്ധി ഇത്തരത്തിലുള്ള ആരോപണത്തിനായപ്പോൾ യാതൊരു മടിയും കൂടാതെ തന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനപ്രതിനിധി നേടിയ ഒരു പ്രസ്ഥാനത്തിന്റെ യുവജനങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ചെയർപേഴ്സൺ മാത്രമാണ് കുറ്റക്കാരൻ, അല്ല. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ചെയർപേഴ്സന്റെ ഭർത്താവ്, KFCന്റെ നേതാവ്, CPMന്റെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ മെമ്പർ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ കുന്നപ്പള്ളിയിലെ പ്രമുഖ നേതാവ് കൂടിയായ ശ്രീ അജയന്റെ സപ്പോർട്ടോടുകൂടിയാണ് ശ്രീമതി ചെയർപേഴ്സൺ ഇത്തരത്തിലുള്ള ഗുരുതരമായ സംഭവിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ B. ബാബുരാജ്, P. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബെന്നി തോമസ്, KPCC മെമ്പർ C. സേതുമാധവൻ, കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM സക്കീർ ഹുസൈൻ, അരഞ്ഞിക്കൽ ആനന്ദ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് ദിനേശ് കണിക്കഞ്ചേരി, മുസ്തഫ, പച്ചിരി സുബൈർ, മുജീബ്, ഹാരിസ്, മൊയ്തുപ്പ, അക്ബർ, കൃഷ്ണപ്രിയ എന്നിവർ നേതൃത്വം നൽകി. കൌൺസിലർമാരായ ഷീബ ഗോപാൽ, നിഷ സുബൈർ, നാരായണൻ, CP ഷീബ എന്നിവരും മാർച്ചിൽ പങ്കെടുത്തു. ഇരട്ട ശമ്പളം പറ്റിയ രാജിവെച്ച ചെയർപേഴ്സൺ കെ സുധാകുമാരി കൌൺസിൽ സ്ഥാനം രാജിവെക്കണമെന്നും സ്കൂളിൽ നിന്ന് ശമ്പളം നൽകാൻ സഹായിച്ച പ്രധാനാധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. ചെയർമാൻഷിപ്പിലെ രാജി മാത്രം കൊണ്ട് അവസാനിക്കുന്നില്ല. വലിയ ഒരു സാമ്പത്തിക ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൗൺസിലർ സ്ഥാനം രാജിവെക്കണം. അതോടൊപ്പം തന്നെ അതിന് കൂട്ടുനിന്ന
CPM ഏരിയ കമ്മിറ്റി മെമ്പറും ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ചെയർമാന്റെ ഭർത്താവുമായ അജയന് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ശക്തമായ നിലപാടുമായി വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ മുനിസിപ്പൽ ശക്തമായ സമര രംഗത്ത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പിന്നെ പരാതി വിജിലൻസിനും പിന്നെ ഓംബുഡ്സ്മാനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റി നൽകി കഴിഞ്ഞു. അതിന്റെ തുടർ നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് വരും. ജോലി ചെയ്യാണ്ട് സ്കൂളിലൊക്കെ ശമ്പളം വയ്ക്കുകയും ചെയ്ത നഗരസഭാധ്യക്ഷനായിട്ട് മാത്രം കുറ്റമെന്നുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ ഭർത്താവും ഏരിയ കമ്മിറ്റി അംഗവുമായ അജയ് മാഷിയുടെ പ്രസരണം സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നത് കൗൺസിലർ സ്ഥാനത്ത് തന്നെ തുടരാൻ വഴി അർഹയല്ല. IPC 420 പ്രകാരം നോൺ വെയിലബിൾ ഒഫൻസാണ് അവർ ചെയ്തിരിക്കുന്നത്. അത്തരം കുറ്റകൃത്യം ചെയ്ത ഒരാള് ജനാധിപത്യ രീതിയിൽ വരുന്ന ഒരാളെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ സ്ഥാനത്ത് അവർ അർഹയില്ലാത്തതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ സമരം ഉണ്ടായിട്ടുണ്ട്. ഒരു തുടക്കം മാത്രമാണ്. സ്ഥാനത്ത് നിന്നും സുധാകുമാരി രാജിക്കുന്നതുവരെ ഈ സമരം തുടങ്ങും. അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം +2 കോളേജ് വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളും നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ഈ നവംബർ 1 പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പുതുതായി അനുവദിച്ച ബിരുദാനന്തര കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിച്ചുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് പുതിയ കോഴ്സുകൾ അനുവദിച്ചത്. അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം ഓരോ ദിവസം തോറും കൂടി വരികയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് +2 ബിരുദ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത കോഴ്സുകളും നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. 43 ലക്ഷം പേരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സ്കൂൾ തലം കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി തലം കഴിഞ്ഞാലും ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ ജോലി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത് പരിഹരിക്കുവാനുള്ള ശ്രമവും ഇതോടൊപ്പം തന്നെ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ നിയോജകമണ്ഡലമുള്ള ഓരോ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ആ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നവംബർ 1-ാം തീയതി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കോഴ്സുകൾ ആരംഭിക്കുകയാണ്. +1 ചേർന്ന കുട്ടികൾക്ക് +2 പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ +2 പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിനോടൊപ്പം തന്നെ ഒരു സ്കിൽ അക്വയർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കും. അതുപോലെ തന്നെ കോളേജുകൾ, നമ്മുടെ സംസ്ഥാനത്ത് 41 ഗവൺമെന്റ് കോളേജുകളാണ്. 41 ഗവൺമെന്റ് കോളേജുകളിലും അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ചേരുന്ന ഒരു കുട്ടിക്കൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട അതിൽ IT ഉണ്ടാവും, ഇപ്പോൾ ഉള്ള കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടാവും, ടൂറിസം വരാൻ പോകുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഏറ്റവും മാർക്കറ്റുള്ള ഡിമാൻഡുള്ള, നാട്ടിലും മറുനാട്ടിലും എല്ലാം ഡിമാൻഡുള്ള കോഴ്സുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അത് പാരലലായിട്ട് ഈ ഡിഗ്രിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ പാരലലായിട്ട് എക്സ്ട്രാ അവേഴ്സ് അതിനു വേണ്ടി ഏർപ്പെടുത്തിക്കൊണ്ട് 3 വർഷം കൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഡിഗ്രി കൂടി. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പുതുതായി അനുവദിച്ച 53 ബിരുദാനന്തര കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നത്. BSc ഫിസിക്സ്, BA അറബിക് എന്നീ കോഴ്സുകളാണ് പട്ടാമ്പി കോളേജിൽ പുതുതായി അനുവദിച്ചിട്ടുള്ളത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CP മുഹമ്മദ് MLA അധ്യക്ഷത വഹിച്ചു. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ K അജയ്കുമാർ IAS, ഡെപ്യൂട്ടി ഡയറക്ടർ V പങ്കുണ്ണി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V വസന്ത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മണികണ്ഠൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CA MA കരീം, കമ്മുക്കുട്ടി എടത്തോൾ, TP ഷാജി, AV സുരേഷ്, കോളേജ് പ്രിൻസിപ്പൽ MP രവീന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രി E അഹമ്മദ് തന്റെ മണ്ഡലത്തിൽ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി പെരിന്തൽമണ്ണയിൽ നടന്നു. പെരിന്തൽമണ്ണ, മങ്കട അസംബ്ലി മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും മന്ത്രി സ്വീകരിച്ചു. പരാതികളിൽ കൂടുതലും അടിസ്ഥാന സേവന മേഖലകളിലെ വികസനം സംബന്ധിച്ചവയായിരുന്നു. ലഭിച്ച പരാതികൾ ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി E അഹമ്മദ് പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യ മാനവ വിഭവശേഷി വികസന വകുപ്പ് സഹമന്ത്രി E അഹമ്മദിന്റെ ജനസമ്പർക്ക പരിപാടി പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സിലാണ് നടന്നത്. പെരിന്തൽമണ്ണ, മങ്കട മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും കേന്ദ്ര സഹമന്ത്രി E അഹമ്മദ് നേരിട്ട് സ്വീകരിച്ചു. പാസ്പോർട്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരാതികൾ, രാഷ്ട്രീയം, വികസനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ നിവേദനങ്ങളും പരാതികളുമാണ്
നിവേദനങ്ങളും പരാതികളുമായും സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ സമീപിച്ചു. കുവൈത്തിലെ ജയിലിൽ 5 വർഷമായി തടവിൽ കഴിയുന്ന കൂട്ടിലങ്ങാടി സ്വദേശി അബ്ദുൾ റസാഖിനെ മോചിപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ട ഭാര്യ സഹോദരൻ മന്ത്രിക്ക് നിവേദനം നൽകി. അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിൽ പ്രദേശവാസികൾക്ക് തൊഴിൽ സംവരണം നൽകണമെന്നും കേന്ദ്രത്തിൽ LKG, UKG ക്ലാസുകൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടും കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന് നിവേദനം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നൽകണമെന്ന ആവശ്യവുമായും ചിലർ മന്ത്രിയെ കണ്ടു. 3 മണിക്കൂറോളം സമയം ജനങ്ങളിൽ നിന്നും മന്ത്രി പരാതികൾ സ്വീകരിച്ചു. ടി.എ. അഹമ്മദ് കബീർ MLA, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, ജില്ലാ ജനറൽ സെക്രട്ടറി PM അബ്ദുൽ ഹമീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം സലീം കുരുവമ്പലം, DCC സെക്രട്ടറി V ബാബുരാജ് തുടങ്ങിയവരും ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. 227 പരാതികളാണ് ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന് ലഭിച്ചത്. ലഭിച്ച പരാതികളിൽ ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി ഇ അഹമ്മദ് തുടർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 80% പരാതികളും MP ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കേണ്ട പദ്ധതികളാണ്. ഈ പദ്ധതികൾ വൈകാതെ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയ പാലങ്ങൾ, ചെറിയ റോഡുകൾ, ഗ്രാമപ്രദേശങ്ങളിലെ ഗ്രാമീണ റോഡുകൾക്ക് കൊണ്ടാണ് ഏറ്റവും അധികം പ്രശ്നം. അതുപോലെ പാസ്പോർട്ടിനെ പറ്റി ഒരാളും കാര്യമില്ല. അതെനിക്ക് വളരെ അത്ഭുതകരമായിരുന്നു. പിന്നെ ഗൾഫ് നാടുകളിലുള്ള പ്രശ്നങ്ങളെ പറ്റി നൂറുകണക്കായ അപേക്ഷകൾ എത്തുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ അതുകൊണ്ട് അറിയുന്നു ഇപ്പോൾ വന്നപ്പോൾ മുമ്പ് തന്നതും നിയമപരമായ കാരണങ്ങളാൽ വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്തതുമായതിനെ പറ്റിയാണ് തോന്നുന്നത്. ഉദാഹരണമായിട്ട് അവിടെ ഒരു കേസ് വന്നാൽ മണ്ണാർക്കാട്ടെ പാണ്ടിക്കാട്ട് കുടിവെള്ള പദ്ധതി 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. റഫീഖ് പറഞ്ഞു. പദ്ധതിക്ക് കാലതാമസം നേരിട്ടത് ഫണ്ട് ലഭ്യമാക്കാൻ വൈകിയതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള പദ്ധതിയുടെ ദുരവസ്ഥയെക്കുറിച്ച് ഡെൻസിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മണ്ണാർക്കാട് പാണ്ടിക്കാട് കുടിവെള്ള പദ്ധതിക്ക് 5 ലക്ഷം രൂപയാണ് ആദ്യം അനുവദിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രദേശവാസികൾ രംഗത്ത് വന്നതോടെ കരാറുകാർ പണി നിർത്തിവെച്ചു. തുടർന്ന് പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ചർച്ച നടത്തി വീണ്ടും പണി ആരംഭിച്ചു. ഇതോടെ ആദ്യം അനുവദിച്ച 5 ലക്ഷം രൂപ തികയാതെ വരുമെന്ന് കണ്ടപ്പോൾ 2.25 ലക്ഷം കൂടി അനുവദിച്ചു. പക്ഷേ ഈ തുക ചിലവഴിച്ചിട്ടില്ല. ഈ സംഖ്യയ്ക്കുള്ള പ്രവൃത്തികളാണ് ഇനി നടക്കുക. ശേഷിക്കുന്ന പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, പമ്പ് ഹൌസ്, ജലസംഭരണി എന്നിവയെല്ലാം 3 മാസത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നും പ്രസിഡന്റ് K. റഫീഖ് ഉറപ്പു നൽകി. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ പിന്നെ കോൺട്രാക്ടറുടെ ചെറിയ അപാകത നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് തന്നെ ഭരണസമിതി ഐക്യകണ്ഠ്യേന തീരുമാനമെടുക്കുകയും കോൺട്രാക്ടർക്കെതിരെ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുടങ്ങിക്കടന്ന പണി പൂർത്തീകരിക്കാൻ വീണ്ടും റിംഗ് വാർത്തയുടെ പണി പൂർത്തീകരിച്ചു. ഇനിയും അതിന്റെ പണി പൂർത്തീകരിക്കാനുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ 2.25 ലക്ഷം റിസർവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പൈസ കൊണ്ട് ഇതിനവിടെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ടൊരു ഫണ്ടിന്റെ ആവശ്യം ഇനി ആ ഭാഗത്തേക്കില്ല. പക്ഷേ 2.25 ലക്ഷം രൂപയുടെ വർക്ക് എടുത്തിന്റെ എസ്റ്റിമേറ്റ് എടുക്കേണ്ടി വരുന്നു മാത്രമേ. 2011-12 വർഷം തന്നെ ഫണ്ട് നീക്കിച്ചിട്ടുണ്ട്. അതിൽ 5 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതിന്റെ വലിയ പാടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള പൈസന്റെ പണി ഇവർ തൊട്ടിട്ടില്ല. അപ്പൊ ഈ വെള്ളം കൊടുക്കേണ്ടത് വരെയുള്ള പണി പൂർത്തീകരിക്കാനുള്ള പൈസ കഴിഞ്ഞ വർഷം തന്നെ പൂർത്തീകരിച്ചു. പാണ്ടിക്കാട് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചത് ഫണ്ട് തികയാത്തതുകൊണ്ടാണ്. ബ്ലോക്ക് പഞ്ചായത്താണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ബാക്കി തുക 2012-2013 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി അനുവദിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തുക ലഭിക്കുന്ന മുറയ്ക്ക് അംഗൻവാടിയുടെ പണിയും പൂർത്തീകരിക്കുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. ബാക്കിയുള്ള ഫണ്ട് 2012-13 വർഷത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്ലോക്കിനുണ്ട്. ബ്ലോക്ക് അത് സമ്മതി ചെയ്യുമ്പോൾ ബാക്കിയുള്ള പൈസ പൂർത്തീകരിക്കാനുള്ള പൈസ ഈ വർഷത്തെ പദ്ധതി രേഖയിൽ ബ്ലോക്ക് അത് ഉൾപ്പെടുത്തി. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് പെരിന്തൽമണ്ണയിൽ നിർവഹിച്ചു. രക്തദാനം കേന്ദ്ര സർക്കാരിന്റെ നയമാണെന്ന് കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് പറഞ്ഞു. രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും രക്തത്തിന്റെ സുരക്ഷിതത്വവും ലഭ്യതയും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ സന്നദ്ധ രക്തദാന ദിനം ആചരിച്ചത്. വർണ്ണശബളമായ ആരോഗ്യ ബോധവൽക്കരണ റാലിയോടെയാണ് പെരിന്തൽമണ്ണയിൽ ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ട്രാഫിക് ജംഗ്ഷൻ മുതൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വരെ നടന്ന റാലിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, വിവിധ സന്നദ്ധ സംഘടനകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം
കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് നിർവഹിച്ചു. രക്തദാനം ദൈവികവും മാനുഷികവുമായ ഒന്നാണെന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ നയമാണെന്നും മന്ത്രി ഇ അഹമ്മദ് അഭിപ്രായപ്പെട്ടു. രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും സംസ്ഥാന സർക്കാരിന് ഇതിന്റെ സഹായം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് യാതൊരു മടിയും കാണിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിലെ മെഡിക്കൽ വകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ട് കഴിയുന്നത്ര ഈ സംരംഭം വിജയപ്രദമാക്കാനും പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് ഒരു നയമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് ഞാൻ അറിയിക്കാം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന്, സേവനങ്ങളിലൊന്ന്, സഹായങ്ങളിലൊന്ന് രക്തദാനം. അത് പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഈ ജില്ലയിലെ, അത് പ്രത്യേകിച്ചും കേരളത്തിലെ പൊതുവെയുമുള്ള സാമൂഹ്യ സേവക സംഘടനകളുടെ പ്രവർത്തനങ്ങളെ സംസ്ഥാനത്ത് കൂടുതൽ രക്തദാനം നടത്തുകയും രക്തം സംഭരിക്കുകയും ചെയ്ത സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും മന്ത്രി അവാർഡുകൾ വിതരണം ചെയ്തു. റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം രക്തം ശേഖരിച്ച ഗവൺമെന്റ് ബ്ലഡ് ബാങ്ക് താലൂക്ക് ആശുപത്രി പെരിന്തൽമണ്ണ കേരള പര്യടനത്തിന് നേതൃത്വം നൽകിയ BBD കൺസൾട്ടന്റായിരുന്ന ഡോക്ടർ സുരേഷ് കുമാർ ബോധവൽക്കരണ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സൊസൈറ്റി തിരുവനന്തപുരം 16 ക്യാമ്പുകൾ 750ഓളം ദാതാക്കൾ ധന്യമായ ഈ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KP ജൽസീമിയ, നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T സരോജിനി, ജില്ലാ പോലീസ് സൂപ്രണ്ട് K സേതുമാധവൻ, DMO ഉമ്മർ ഫാറൂഖ് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസം നൽകിയാൽ മാത്രം പോരാ, അത് ഗുണനിലവാരമുള്ളതാണോ എന്നുകൂടി മാനേജ്മെന്റുകൾ വിലയിരുത്തണമെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് MS സിദ്ദീഖി പറഞ്ഞു. സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ പദവിയും മതേതരത്വവും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ന്യൂനപക്ഷ എഡ്യൂക്കേഷണൽ ട്രസ്റ്റും സംയുക്തമായി മണ്ണാർക്കാട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Because we are one of the talented race of the world. We can compete in the field of education, in the field of science and technology with every country, with any country. And lastly, our advice to you is that our salvation lies is acquiring strong knowledge economies powered by information technology, innovation and education. ന്യൂനപക്ഷ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ പദവി നിർബന്ധമായും എടുത്തിരിക്കണം. അവ പ്രവർത്തിക്കുന്നത് മതേതരത്വത്തിന് അടിസ്ഥാനമായിട്ടായിരിക്കണം. ന്യൂനപക്ഷത്തിന്റെ പേരിൽ യോഗ്യതയില്ലാത്തവരെ അധ്യാപകരായി നിയമിക്കരുത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉന്നത ദീർഘവീക്ഷണത്തോടെയുള്ള വിദ്യാഭ്യാസമായിരിക്കണം നൽകേണ്ടതെന്നും ജസ്റ്റിസ് MS സിദ്ദീഖി സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. N ഷംസുദ്ദീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഖാസിം, ഗേൾസ് എഡ്യൂക്കേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷബിസ്ഥാൻ ഗഫാർ, സുബൈർ നെല്ലിക്കാപ്പറമ്പിൽ, സദക്കത്തുള്ള പാടാലത്ത് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് തറക്കല്ലിടുമെന്ന് MMസ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണിയമ്പുറത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ 56 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 6,71,00,000 രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 23 ഓഫീസുകൾക്കുള്ള സൗകര്യമുണ്ടാകും. 41,000 ചതുരശ്ര അടിയിൽ 4 നിലകളോടുകൂടിയാണ് കെട്ടിടം പണിയുന്നത്. ജനറേറ്റർ, ലിഫ്റ്റ് സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ടാകുമെന്നും MMസ MLA ഒറ്റപ്പാലത്തെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 15 മാസം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുമെന്ന കരാറുകാരൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും MMസ MLA കൂട്ടിച്ചേർത്തു. കെട്ടിടം പണി പൂർത്തിയായാൽ താലൂക്ക് ആസ്ഥാനത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 23 സർക്കാർ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റും. കെട്ടിട വിഭാഗം AIC ജോസഫ് ചിരിയങ്കണ്ടത്ത്, തഹസിൽദാർ ജോയ് തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
നാട്ടുകാർക്ക് ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം സർക്കാർ അധീനതയിലുള്ളവർക്ക് ബാധകമല്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള ചെർപ്പളശ്ശേരി ബീവറേജസിന്റെ കെട്ടിടത്തിലാണ് രാത്രിയും പകലും ഭേദമില്ലാതെ ബൾബുകൾ കത്തുന്നത്. 1-ാം തീയതി ബീവറേജസിന് അവധി, 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിലും അവധി. ബീവറേജസ് കോർപ്പറേഷൻ ഇനി തുറക്കുക 3-ാം തീയതി. ചെർപ്പളശ്ശേരി ബീവറേജസിൽ സെപ്റ്റംബർ 30-ാം തീയതി രാത്രി ഇട്ടുവെച്ച 100 വാട്ട്സിന്റെ ഒരു ബൾബും ഒരു CFL ബൾബും ഇനി ഓഫാവുക ഒക്ടോബർ 3-ാം തീയതി രാവിലെ. അനാവശ്യമായി ചെലവാകുന്നത് 15 യൂണിറ്റിലധികം വൈദ്യുതി. ഒരു സാധാരണ കുടുംബത്തിന് ഒരു ദിവസത്തിന് വേണ്ടത് 3 യൂണിറ്റിന് താഴെ വൈദ്യുതിയാണ്. യൂണിറ്റിന് ഇപ്പോഴത്തെ നിരക്ക് 4 രൂപ 75 പൈസ. അനാവശ്യമായി ചെലവാകുന്ന ഈ വൈദ്യുതി വാടകയും അടയ്ക്കുന്നത് പാവപ്പെട്ടവന്റെ നികുതി പണത്തിൽ നിന്ന്. പകലും രാത്രിയും അരമണിക്കൂർ കറന്റ് കട്ട്, അപ്രഖ്യാപിത കറന്റ് കട്ട് നിരവധി തവണ. അധികമായി ഉപയോഗിക്കുന്ന യൂണിറ്റിന് അധിക ചാർജ്. നിയമങ്ങളും നിബന്ധനകളും വെച്ച് സാധാരണക്കാരന്റെ മേൽ കുതിര കയറുന്ന സർക്കാർ മാതൃക കാണിക്കേണ്ടത് സ്വന്തം അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചാകണം. തൃക്കടേരി കാരാട്ടുകുറിശ്ശിയിലും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. സാക്ഷരതാ മിഷന്റെ തുടർ വിദ്യാകേന്ദ്രവും കുടിവെള്ള പൈപ്പുകളും നശിപ്പിക്കപ്പെട്ടു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. കാരാട്ടുകുറിശ്ശി സാക്ഷരതാ മിഷൻ തുടർ വിദ്യാകേന്ദ്രത്തിന്റെ ജനൽ ചില്ലുകളാണ് ഞായറാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത്. എടച്ചിരം കുന്നത്തുപറമ്പ് കോളനിയിലേക്കും കാരാട്ടുകുറിശ്ശി ALP സ്കൂളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന 2 പൈപ്പുകളും നശിപ്പിച്ച നിലയിൽ കാണപ്പെട്ടു. 30ഓളം കുടുംബങ്ങളും സ്കൂളിലെ 200ഓളം വരുന്ന വിദ്യാർത്ഥികളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നതാണ് നശിപ്പിക്കപ്പെട്ട 2 പൈപ്പുകൾ. ഇവിടെ ഈ എടച്ചിരം കുന്നത്തുപറമ്പ് അരിഞ്ഞ കോളനിയിലെ ഒരു 25ഓളം വീട് കൊടുത്തിരുന്ന കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഏതാനും ചില ആളുകൾ ചേർന്നിട്ട് അതിന്റെ പൈപ്പ് ലൈനും ടാപ്പൊക്കെ പൊളിച്ചിട്ട് കുടിവെള്ള പദ്ധതി മുടക്കി. അതുപോലെ തന്നെ ഇവിടെ സ്കൂളിൽ 250ഓളം കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഇവിടെ ആ സ്കൂളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാപ്പ് ഇട്ട് കൊടുത്തിരുന്നു. ആ ടാപ്പും നശിപ്പിച്ച് ആ സ്കൂളിലുള്ള കുടിവെള്ള പദ്ധതി മുടക്കി. അതോടൊപ്പം തന്നെ ഇവിടെ ഈ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് തുടർ വിദ്യാഭ്യാസ നിലയ്ക്ക് ഒരു സാക്ഷരതാ കേന്ദ്രം നിർമ്മിച്ച് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചൊരു കേന്ദ്രം ഉണ്ടായിരുന്നു. ആ കേന്ദ്രം ഇന്ന് രാത്രി ചില ആളുകൾ അടിച്ചു തകർത്ത് ഇതിന് ഈ തുടർന്നുള്ള ഇവിടെ ജനജീവിതം ആകെ താറുമാറാക്കും. അതുപോലെ തന്നെ ഈ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് കരിക്കിലിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. പരാതിയെ തുടർന്ന് ചെർപ്പളശ്ശേരി സബ് ഇൻസ്പെക്ടർ EV ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും എടച്ചിരം കുടിവെള്ള പദ്ധതി ഗുണഭോക്തൃ കമ്മിറ്റിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും സ്ഥലത്ത് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ചെർപ്പളശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിൽ നിന്നും ഒറ്റപ്പാലം LSM സ്കൂളിനെ ഒഴിവാക്കണമെന്ന് PTA വിദ്യാർത്ഥി സംഘടനകളോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം പോലീസ്, വിദ്യാഭ്യാസ വകുപ്പ്, സബ് കളക്ടർ എന്നിവരെ അറിയിച്ചിട്ടുണ്ടെന്ന് PTA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. LKG മുതൽ TTI വരെയുള്ള 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഒറ്റപ്പാലം LSM മാനേജ്മെന്റിന്റെ കീഴിലുള്ളത്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതിനാൽ സമരം നടന്ന സ്കൂൾ വിട്ടാൽ കുട്ടികൾക്ക് വീട്ടിലെത്താൻ വൈകുന്നേരം വരെ സ്കൂളിൽ ചിലവഴിക്കേണ്ടി വരുന്നു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാവിലെയും വൈകിട്ടും മാത്രമേ വിദ്യാർത്ഥികൾക്കായി സ്കൂളിലെത്തുകയുള്ളൂ. ഇതിന്റെ പ്രശ്നങ്ങളും പ്രവൃത്തി സമയങ്ങളിൽ വിദ്യാർത്ഥികൾ റൂട്ട് ബസ്സുകളിൽ പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും പരാതിക്ക് ഇടയാക്കാറുണ്ടെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. സ്കൂൾ വിടുന്ന സമയം മുതൽ ഈ 4-4:30 വരെ നമുക്ക് കുട്ടികൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയുന്നില്ല. കുട്ടികൾ സ്കൂളിൽ തന്നെ ഉണ്ട്, വീട്ടിലേക്ക് പോയോ, സമയത്ത് എത്തിയോ. പല കുട്ടികളും ചിലപ്പോൾ പല പുറത്തു പോയിട്ടും അത് മറ്റ് ആൺകുട്ടികളുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഇത് ചർച്ച ചെയ്യുന്നത്. ഞങ്ങളോട് ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം എന്നോണം അപ്രഖ്യാപിതമായിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന ഈ സമരങ്ങളിൽ നിന്ന് എല്ലാം തന്നെ ഒഴിവാക്കി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം എന്നുള്ളത് കൊണ്ട് കൂടി മാത്രം ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങളോട് തീരുമാനം എടുക്കുകയും ഇത്തരം പ്രശ്നങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം PTA യോഗം ചേർന്ന് സമരങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. സ്കൂൾ മാനേജർ സിസ്റ്റർ നോയല്ല, PTA പ്രസിഡന്റ് PK ശശികുമാർ, പ്രിൻസിപ്പൽ M നിർമ്മല, പ്രധാന അധ്യാപിക റസി അലക്സ് എന്നിവർ പങ്കെടുത്തു. ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആലുംകുന്ന് അംഗൻവാടിയിൽ വെച്ച് വൃദ്ധ ദമ്പതികളായ കൃഷ്ണൻ, പാറു എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷാദേവി, ശശി, ദാസൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, റഷീദ്, ഇന്ദു, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്തെ ലോക വയോജന ദിനാചരണവും സംസ്ഥാനതല ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പരിപാടി കടമ്പളിപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് V വത്സകുമാർ ഉദ്ഘാടനം ചെയ്തു.
കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും ശ്രീകൃഷ്ണപുരം പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റിയുടെയും ശ്രീകൃഷ്ണപുരം സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലോക വയോജന ദിനാചരണവും സംസ്ഥാന ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിലുള്ള കൃഷ്ണ കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് NB ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പൗരന്മാരും സമൂഹവും എന്ന വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകൻ BP ദേവസ്യ മുഖ്യപ്രഭാഷണം നടത്തി. K വിദ്യാധരൻ, P കൃഷ്ണൻകുട്ടി, ഡോക്ടർ AM ശങ്കരനാരായണൻ, MJ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡുമായി സഹകരിച്ച ശ്രീകൃഷ്ണപുരം പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റി ആഗോള താപവും പരിസ്ഥിതിയും, മദ്യവും മയക്കുമരുന്നും സമൂഹവും, പ്ലാസ്റ്റിക്കും പരിസ്ഥിതി പ്രശ്നങ്ങളും, മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങൾ, ബാലവേല, സ്ത്രീ സമൂഹവും പ്രശ്നങ്ങളും എന്നീ 6 വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്തകളിലേക്ക്. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ നൽകി വരുന്ന ഉത്സവമിത്ര അവാർഡിന് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ KM ദേവസ്യയെ തെരഞ്ഞെടുത്തു. ഉത്സവങ്ങൾക്ക് മികച്ച രീതിയിൽ ക്രമസമാധാനം നിയന്ത്രിച്ചതിനാണ് അവാർഡ് നൽകുന്നത്. കൊടുങ്ങല്ലൂർ, കുന്നംകുളം പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിച്ച സമയത്ത് ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലനത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഒക്ടോബർ 2 കൊല്ലത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും. അരനൂറ്റാണ്ടുകാലം കാറൽമണ്ണ വായനശാലയുടെ ലൈബ്രറിയനായ പുത്തൻവീട്ടിൽ നാരായണനെ ആദരിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CP ചിത്രഭാനു പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ടിലേറെക്കാലം കാറൽമണ്ണ പൊതുജന വായനശാലയിലിരുന്ന് കൗമാരവും യൗവനവും പിന്നിട്ട വായനശാലയുടെ ലൈബ്രറിയൻ കൂടിയായ വായനശാല നാരായണേട്ടൻ എന്നറിയപ്പെടുന്ന പുത്തൻവീട്ടിൽ നാരായണയാണ് വായനശാല ഭരണസമിതി പുരസ്കാരം നൽകി ആദരിച്ചത്. കാറൽമണ്ണ വാഴങ്കട കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KT സത്യൻ അധ്യക്ഷത വഹിച്ചു. KM വാസുദേവൻ നമ്പൂതിരി പുരസ്കാര സമർപ്പണവും KN കൃഷ്ണനുണ്ണി സമാദരണവും പുളിങ്ങര കുട്ടികൃഷ്ണൻ നായർ സ്മരണികാ സമർപ്പണവും നടത്തി. KK യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി. K ജയറാം, KP വാസുദേവൻ, KB രാജാനന്ദ്, മങ്ങാട്ട് ബാലകൃഷ്ണൻ, K ഹമീദ്, K രാജീവ്, M വിനോദ് കൃഷ്ണൻ, സജിത്ത്, N രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും സൗജന്യ യൂണിഫോം വിതരണവും നടന്നു. MP രാജേഷ് MP കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ് യൂണിഫോമുകൾ വിതരണം ചെയ്തു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം EK മുഹമ്മദ് കുട്ടി ഹാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന കൺവെൻഷൻ സംഘടിപ്പിച്ചു. പരിപാടി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. തിരുവാഴയോടുള്ള ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന വയോജന കൺവെൻഷനിൽ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CA ശങ്കരനാരായണൻ, M രാമൻകുട്ടി, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ യൂണിയൻ അംഗങ്ങളല്ലാത്ത 6 വയോജനങ്ങളെ ആദരിച്ചു. ആചരിക്കുന്ന അപൂർവ ദിവസങ്ങൾ, അപൂർവ ദിനങ്ങളിൽ ഒരു ദിവസമാണ് ഇന്ന് ലോകവൃദ്ധദിനം. ലോകത്തെല്ലാ ഭാഗത്തും വൃദ്ധ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ട് എന്തെങ്കിലും ചില പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. KSSP ഒറ്റപ്പാലത്ത് വയോജന ദിനം ആചരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി M ഹംസ MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിലെ ഉയർച്ച ആയുസ്സിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വർഷങ്ങൾക്കകം വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും പരിപാടിയിൽ സംസാരിച്ച അഡ്വക്കേറ്റ് ജയപ്രകാശ് പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് C രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. KP രാമകൃഷ്ണൻ, K സുന്ദരേശൻ, G രാമചന്ദ്രൻ, APM റഷീദ്, NM നാരായണൻ നമ്പൂതിരി, KP രാമചന്ദ്രൻ, MT നാരായണൻകുട്ടി, K രാമദാസ് എന്നിവർ സംസാരിച്ചു. ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം തമന്ന ഗോൾഡ് കവറിംഗ് ജ്വല്ലറി ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന് സമീപമാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നർത്തകിയും വിവിധ ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലൂടെയും പ്രശസ്തയായ മാളവികയാണ് തമന്ന ഗോൾഡ് കവറിംഗ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വിലയിലെ മിതത്വവും സെലക്ഷനിലെ വൈവിധ്യവുമാണ് തങ്ങളുടെ പ്രത്യേകതയെന്ന് ഉടമകൾ അവകാശപ്പെട്ടു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രാജസ്ഥാനി, ഹൈദരാബാദ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, താലിമാലകൾ, കരിമണിമാലകൾ, നെക്ലസുകൾ തുടങ്ങിയ എല്ലാവിധ ആഭരണങ്ങളും മിതമായ നിരക്കിൽ തമന്നയിൽ ലഭിക്കുമെന്നും ഉടമകൾ അറിയിച്ചു. ആവശ്യാനുസരണം എല്ലാവിധ ആഭരണങ്ങളും ഗോൾഡ് കവർ ചെയ്തു കൊടുക്കുകയും ആഭരണങ്ങൾ വിവാഹ ആവശ്യത്തിന് വാടകയ്ക്ക് നൽകുകയും തമന്ന ചെയ്യുന്നുണ്ട്. കൂടാതെ ഏത് ഷോപ്പിൽ നിന്നും വാങ്ങിയ ആഭരണങ്ങളും കളർ മുക്കി നൽകുമെന്നും ഉടമകൾ പറഞ്ഞു. 1000 രൂപയ്ക്ക് മുകളിൽ ആഭരണങ്ങൾ വാങ്ങിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനവും 3 മാസക്കാലത്തേക്ക് പ്രത്യേക ഡിസ്കൗണ്ട് നൽകുമെന്നും ഉടമകൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരട്ട ശമ്പള വിവാദം. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരി രാജിവെച്ചു. രാജി CPM ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. കെ സുധാകുമാരി കൌൺസിൽ സ്ഥാനവും രാജിവെക്കണമെന്ന യൂത്ത് കോൺഗ്രസ്.
സ്കൂളിൽ നിന്ന് ശമ്പളം വാങ്ങാൻ സഹായിച്ച പ്രധാന അധ്യാപകനെതിരെ നടപടി വേണമെന്ന് UDF കൗൺസിലർമാർ. +2 കോളേജ് തലങ്ങളിൽ അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത കോഴ്സുകളും നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പദ്ധതിക്ക് നവംബർ 1 തുടക്കം കുറിച്ചു. പരാതികൾ സ്വീകരിച്ചും ആവശ്യങ്ങൾ കേട്ടും കേന്ദ്രമന്ത്രി E. അഹമ്മദിന്റെ ജനസമ്പർക്ക പരിപാടി പെരിന്തൽമണ്ണയിൽ. പരാതികൾക്ക് ഉടൻ നടപടിയുണ്ടാക്കുമെന്ന് മന്ത്രി E. അഹമ്മദ്. വിദ്യാഭ്യാസം നൽകിയാൽ മാത്രം പോരാ, അത് ഗുണനിലവാരമുള്ളതാണോ എന്നുകൂടി മാനേജ്മെന്റ് വിലയിരുത്തണമെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് MSA സിദ്ദീഖി. മണ്ണാർക്കാട്ടെ പാണ്ടിക്കാട്ടെ കുടിവെള്ള പദ്ധതി 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. റഫീഖ്. ഡെൻസിറ്റി ന്യൂസ് ഇംപാക്ട്. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യത്തിലേക്ക്. തറക്കല്ലിടൽ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് വെള്ളിയാഴ്ച നിർവഹിക്കും. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് കണ്ണിയംപുറത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.